ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതയം മുരളി. ചിത്രം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ചത് ആകാശ് ഭാസ്കരൻ ആണ്. അഥർവ, പ്രീതി മുകുന്ദൻ, കയാതു ലോഹർ എന്നിവർ അഭിനയിച്ച ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ കാമിയോ റോളിലും എത്തിച്ചേരുന്നുണ്ട്. ഡോൺ പിക്ചേഴ്സ് നിർമ്മിച്ച ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിട്ടുള്ളത് റെഡ് ജയന്റ് മൂവീസ് ആണ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള, തമിഴ്നാട്, റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ ആദ്യ ദിവസം സിനിമ നേടിയെടുത്തിരിക്കുന്നത് 4,75,000 രൂപയാണ്. തമിഴ്നാട്ടിൽ 2 കോടി 3 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 22 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 60,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 90,000 എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തത് 2 കോടി 31 ലക്ഷം രൂപയാണ്. വിദേശത്ത് ആദ്യ ദിവസം കളക്ട് ചെയ്തത് $65,000, അതായത് 62 ലക്ഷം രൂപ. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗായി ഇതയം മുരളി നേടിയെടുത്തിരിക്കുന്നത് 2 കോടി 93 ലക്ഷം രൂപയാണ്. അഖിൽ അക്കിനേനി പ്രധാന താരമായി ഇന്നലെ ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. മുരളി കിഷോർ അബ്ബാരു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഭാഗ്യശ്രീ ബോൾസെ, സുനിൽ, ബ്രഹ്മാജി, പ്രമോദ്, പഞ്ചു എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ വളരെ മികച്ച ട്രെൻഡിങ്ങും ബുക്കിംഗുമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 14,000, 15,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് ബുക്ക് മേഷയിലൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം ആന്ധ്രയിൽ 3 കോടി 84 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 3 കോടി 36 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തെലുങ്ക് ഓപ്പണിംഗ് കളക്ഷനായി മാത്രം സിനിമ നേടിയെടുത്തത് 7 കോടി 20 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 5 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 7 കോടി 97 ലക്ഷം രൂപയാണ്. വിദേശത്ത് 3 കോടി 3 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗായി സ്വന്തമാക്കിയത് 11 കോടി 1 ലക്ഷം രൂപയുമാണ്. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത ഐ നോബഡി എന്ന സിനിമ 3-ാം ദിവസമായ ആദ്യ ശനിയാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചിത്രത്തിൽ പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, അശോകൻ, ഹക്കിം ഷാജഹാൻ, നന്ദു എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം 2-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1 കോടി 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 3 കോടി 39 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. അജയ് ദേവഗൺ നായകനായി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർഷാദ് വാഴ്സി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജാഫരി, അഞ്ജലി ആനന്ദ്, സഞ്ജയ് മിശ്ര എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. മണിക്കൂറിൽ 20,000, 25,000 ടിക്കറ്റുകൾ വരെ ബുക്ക് മൈ ഷോയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം വളരെ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ 3 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 99 ലക്ഷം, തെലങ്കാനയിൽ 59 ലക്ഷം, ആന്ധ്രയിൽ 6 ലക്ഷം, തമിഴ്നാട്ടിൽ 15 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 16 കോടി 79 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് 4 കോടി 87 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗായി സിനിമ നേടിയെടുത്തത് 21 കോടി 66 ലക്ഷം രൂപയാണ്. ഇന്നലെ ജൂലൈ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് മദർ പ്രോമിസ്. പൂർണ്ണചന്ദ്ര മൈസൂരു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധനഞ്ജയ, ഗീത എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. 3 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കർണാടകയിൽ മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രം ആദ്യ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് 49,50,000 രൂപയാണ്. 24,30,000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി കിട്ടിയിട്ടുമുണ്ട്. ഇന്നലെ ജൂലൈ 10 വെള്ളിയാഴ്ച റീ റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കിരീടം. മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 5,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 25,000 കളക്ട് ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഗ്രോസായി 5,65,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.